ദേവാലയത്തിൽ ഇന്ന് സഭയുടെ CMC കോൺഗ്രിഗേഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം സ്വീകരിച്ച് വ്രതമെടുക്കാനായിട്ട് 4 പേരെ തിരുമുമ്പിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. വെള്ളവസ്ത്രം ധരിച്ച് പുത്തൻ മാർപ്പാപ്പായോടുകൂടി ഈ കർമ്മം ചെയ്യാൻ സാധിക്കും എന്ന് കരുതിയായിരുന്നു ഞാനിരുന്നത്. 2 മണിവരെയും നോക്കിയിരുന്നിട്ടും അവസാനം കറുത്ത കട്ടിയായ പുകയാണ് ഇന്നലെ സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ കൂടെ പുറത്തു വന്നത്. നമുക്ക് പ്രാർത്ഥിക്കണം, നല്ല ഒരു പരിശുദ്ധ പിതാവിനെ സഭയ്ക്ക് ലഭിക്കുന്നതിന് ആധുനിക കാലത്ത് ഈശോയുടെ സുവിശേഷം സ്വീകാര്യമായ രീതിയിൽ ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ കരുത്തും കൃപയും വേണ്ടത് പരിശുദ്ധ പിതാവിനാണ്. നമ്മളുടെ പ്രാർത്ഥനയുടെ ആ ഒരു വലിയ ആവേശത്തിൽ ആണ് പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കാൻ കർദിനാളന്മാർ ഒന്നിച്ചിരിക്കുന്നത്. വളരെ ക്ലേശകരമായ ഒരു ശുശ്രൂഷയാണത്. പൂട്ടപ്പെട്ട മുറിക്ക് അകത്താണ് അവരിയ്ക്കുന്നത്. അവർക്ക് പുറത്തു പോകാൻ പോലും നിവൃത്തിയില്ല. രാത്രിയിൽ കിടക്കാൻ മാത്രം പുറത്തേക്ക് പോകാം. ബാക്കിയുള്ള അവസരത്തിലെല്ലാം അവർ കോൺക്ലേവിലാണ്. പൂട്ടപ്പെട്ട മുറി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വളരെ പ്രകടമായ രീതിയിൽ പറഞ്ഞാൽ, മാർപ്പാപ്പായെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ പുറത്തുവിടുകയുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നാടുകൾ, ആ ദിവസങ്ങൾ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഈശോയോടുള്ള ബന്ധത്തിലും കഴിയേണ്ട മണിക്കൂറുകളാണ്, അല്ലെങ്കിൽ ദിവസങ്ങളാണ്. അത് സഭയുടെ പ്രാർത്ഥനയുടെ നാടുകളാണ്. സഭയുടെ ഹൃദയത്തിലാണ് പരിശുദ്ധ പിതാവ് പിറക്കേണ്ടത്. സഭയുടെ ഹൃദയത്തിൽ നിന്നുമാണ് പരിശുദ്ധ പിതാവും ജനിക്കേണ്ടത്. അതുകൊണ്ട് സഭാത്മകമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഈ മണിക്കൂറുകളിലെല്ലാം നമ്മൾ ആയിരിക്കണം. ഇന്ന് ഇറ്റാലിയൻ സമയം 9 മണിക്ക് നമ്മുടെ 12:30 സമയമാണ്. ഇവർ വീണ്ടും കർദിനാളന്മാർ സമ്മേളിക്കുകയാണ്. ആ മണിക്കൂറുകളിലൊക്കെ തിരുസഭയുടെ പ്രാർത്ഥന അവർ യാചിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ എസ്റ്റീഷൻ ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു കാര്യമാണ്. നമ്മളുടെ വീടുകളിൽ കുഞ്ഞായിട്ട് ജനിച്ച് സ്കൂളിൽ പഠിച്ച് CMCയിൽ ചേർന്ന് അങ്ങനെ കൊച്ചുങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ കണ്ടവർ ഒരു മണിക്കൂറിനുള്ളിൽ ഈ കോൺഗ്രിഗേഷൻ്റെ ഔദ്യോഗിക വസ്ത്രം ധരിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പുത്തൻ മാർപ്പാപ്പ വരുന്ന പോലെ തന്നെയാണ്. നമുക്കൊരു വിസ്മയമാണ്. ആ വിസ്മയമാണ് ഈ ശുശ്രൂഷയുടെ കാതലായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്രതങ്ങൾ കൊണ്ട് ഒരു ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്താം എന്നതാണ് ഈ ശുശ്രൂഷയിലൂടെ, ഈ തീരുമാനത്തിലൂടെ ഈ സമർപ്പിതര് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു സമർപ്പിതയുടെ സംസാര വിഷയം ദൈവമായിരിക്കണം, ഈശോയായിരിക്കണം. എങ്കിൽ മാത്രമേ ഈശോയെ ഈ ലോകത്തിന് കൈമാറ്റം ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഒരു വലിയ ഫ്രഞ്ച് ഗ്രന്ഥകാരൻ ഫ്രാൻസ് വരിയോൺ പറഞ്ഞ കാര്യം ഇതാണ്: മറ്റുള്ളവരോട് ദൈവത്തെപ്പറ്റി പറയാതിരിക്കാൻ ഞാൻ പ്രലോഭിതനാകുന്നെങ്കിൽ അത് മിക്കവാറും ഞാൻ എന്നോട് തന്നെ ദൈവത്തെക്കുറിച്ച്
മൗനം പാലിക്കുന്നത് കൊണ്ടാവണം. ഞാൻ എന്നോട് തന്നെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഈശോ എൻ്റെ ഹൃദയത്തിലില്ല. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോടും അത് പറയാനും ആ സന്തോഷം പങ്കുവയ്ക്കാനും സാധിക്കാതെ പോവുകയാണ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഓരോ ക്രൈസ്തവൻ്റെയും, വിശിഷ്യ ഓരോ സമർപ്പിതയുടെയും മുഖ്യമായ ചിന്താവിഷയമാണ്. ഈശോയെ അനുകരിക്കണം. കർത്താവിൻ്റെ വഴിയിലൂടെ നമുക്ക് നടക്കണം. ഒരു കോൺഗ്രിഗേഷനിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ എത്തിയതുകൊണ്ട് മാത്രം അവരാരും നല്ല സമർപ്പിതയാകുന്നില്ല. ദീർഘകാലത്തെ പരിശീലനവും പരിശ്രമവും അതിന് ആവശ്യമാണ്. ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന തിരുവചനങ്ങളും അതിൻ്റെ അന്തരമായ അർത്ഥങ്ങളുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഉത്തമാംശം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ മാർജിനാലിയ ആയിരിക്കും, മാർജിൻസിൽ കിടക്കുന്നവരാകും, വിളുമ്പത്ത് കിടക്കുന്നവരാകും. സമർപ്പിത ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധിക്കാതെ വരും. കോൺഗ്രിഗേഷനോടും അതുപോലുള്ള മറ്റ് സമൂഹങ്ങളോടുമൊക്കെയുള്ള ആഭിമുഖ്യം കുറേയൊക്കെ പാശ്ചാത്യ ലോകത്തും നമ്മുടെ ഇടയിലും ഈ നാളുകളിൽ കൂടിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് എണ്ണം കുറവാണെന്ന് തോന്നിയാലും അതിലേക്കുള്ള ഒരു ആഴമായ ആഭിമുഖ്യം, പ്രത്യേകിച്ച് പരിശുദ്ധ ബെനഡിക്ട് പിതാവിൻ്റെ കാലത്തൊക്കെ മഠങ്ങളിലേക്കും മിണ്ടാമഠങ്ങളിലേക്കും എല്ലാം കൂടുതൽ അംഗങ്ങളെ കിട്ടിയ കാലഘട്ടമായിരുന്നു. പരിശുദ്ധ പിതാക്കന്മാർ നിരന്തരമായിട്ട് അതേക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒരുക്കം ആണ് ഏറ്റവും ആവശ്യമായ കാര്യം. നമുക്ക് പൊതുവേ ഉള്ള ഒരു ടെൻഡൻസി ടു സീക്ക് ഈസിയർ വേസ്, എളുപ്പമുള്ള വഴി ഏതാണോ അത് നമ്മൾ കണ്ടെത്തുന്നു. ഈശോ പരസ്യ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് 30 വർഷങ്ങൾ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചു. 30 വർഷങ്ങൾ ദീർഘമായൊരു കാലഘട്ടമാണ്. 30 വർഷങ്ങൾ ഈശോ നമുക്കൊരു മാതൃകയായിട്ട് നൽകുന്നതാണ്. ഈശോ രക്ഷാകര ശുശ്രൂഷകൾ നടപ്പിലാക്കാൻ തിടുക്കം ഒന്നും കാണിച്ച വ്യക്തിയല്ല. ഈശോ ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് എടുത്തതായിട്ട് കാണുന്നില്ല. 30 വർഷങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷവും പരസ്യ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കഠിനമായ പ്രലോഭനങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഭക്ഷണത്തെക്കുറിച്ച്, ധനത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച് എല്ലാമുള്ള പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളും കർത്താവ് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു. ഈശോയ്ക്ക് അത്ഭുതങ്ങൾ നടത്തി. അതിൽ പെടാതെ ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു. ഈശോ അതെല്ലാം ഏറ്റുവാങ്ങി പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. രക്ഷാകര ശുശ്രൂഷയുടെ ഓരോ ടെസ്റ്റ് പേപ്പറും കർത്താവ് പഠിച്ച് ഒരുങ്ങി എഴുതി പാസ്സായ ആളാണ്. നമുക്ക് നമ്മുടെ ശ്രദ്ധ പലപ്പോഴും വി സ്കിപ്പ് ദ ലബോറിയസ്
എക്സ്പീരിയൻസ് ഓഫ് അപ്രന്റീസ്ഷിപ്പ്. കൂട്ടത്തിൽ നിന്ന് പഠിച്ച് കണ്ട് മനസ്സിലാക്കി പ്രധാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലർക്കും പ്രയാസമാണ്. ചെറിയ പഠനങ്ങൾ നടത്തി വലിയ കാര്യങ്ങൾ പെട്ടെന്ന് ഏറ്റെടുക്കാമെന്നാണ് പലരും കരുതുന്നത്. ട്രെയിനിങ് ഇല്ലാതെ തന്നെയും ഏത് ജോലിയും ചെയ്യാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. ഒരു ചെടി നട്ട് അതിൻ്റെ ഫലം പഴുത്ത് പക്വമാകുന്നതിന് മുമ്പ് തന്നെ കഴിക്കണം എന്നുള്ള ചിന്തയാണ് നമ്മളുടേത്. ട്രെയിനിങ് ഏത് കാര്യത്തിനും അത്യാവശ്യമാണ്. നിരന്തരമായ പഠനം എല്ലാ ദിവസവും വേണ്ട മേഖലയാണ് സമർപ്പിത ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ നമുക്ക് താല്പര്യം കുറയുമ്പോൾ ദൈവത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുകയോ കുറയുകയോ ചെയ്യുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ മരണത്തെ തുടർന്ന് കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിരുന്ന റോവാൻ വില്യംസ്, മുൻ ആർച്ച് ബിഷപ്പ്, പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊന്ന് വായിക്കുകയാണ്. ഫ്രാൻസിസ് വാഷിംഗ് ദ ഫീറ്റ് ഓഫ് migrants or embracing others who had been displaced, rejected or demeaned was declaring as plainly as possible that Catholic Christianity has not only a central orthodox doctrine of God, but also a central and orthodox doctrine of humanity. വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണിത്. പരിശുദ്ധ പിതാവിൻ്റെ, ഫ്രാൻസിസ് പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു ഡോക്ട്രിൻ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, മനുഷ്യനെക്കുറിച്ചുള്ള സത്യസന്ധമായ ഡോക്ട്രിനും അതേസമയം പഠിപ്പിച്ചു. നമ്മൾ നിക്കയ സുനകദോസിൻ്റെ 1700 വർഷത്തിലാണ് ആ കൗൺസിൽ കൂടേണ്ട സാഹചര്യം വന്നത്. ഈശോ നല്ല മനുഷ്യനാണ്, പുണ്യമുള്ള ആളാണ്, പ്രവാചകനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈശോ ദൈവമാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോഴാണ് കൗൺസിൽ കൂടി ഈശോ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണെന്ന് പഠിപ്പിച്ചത്. അതിലേക്കുള്ള ഒരു സൂചനയാണ് ഈ മുൻ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ നിര്യാണത്തിൽ നമ്മെയും ഓർമ്മിപ്പിക്കുന്നത്. നമ്മളുടെ പഠനങ്ങളിൽ അപാകതകൾ വരുന്നതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോവുകയാണ്. ഈ അടുത്ത നാളിൽ ഞാൻ ഒരു യൂറോപ്യൻ ഓതറിനെ വായിച്ചപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നവരെക്കുറിച്ചും പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ചും കേൾക്കുന്നവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സഭയിൽ ആളുകൾ ഇല്ലാതെ പോകുന്നത്. നമ്മൾ ഉണർവോടെ ചിന്തിക്കുകയും കർത്താവിനെ കൂട്ടുപിടിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പൗരോഹിത്യ ജീവിതവും സമർപ്പിത ജീവിതവുമെല്ലാം. ഇന്നത്തെ സുവിശേഷം നമ്മൾ നിരവധിയായ അവസരത്തിൽ കേട്ടിട്ടുള്ളതാണ്. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. വിതക്കാരൻ്റെ ഉപമ. ജീസസ് ഹിംസെൽഫ് ഈസ് ഇൻ പേഴ്സൺ ദ സീഡ് സോൺ. വിതയ്ക്കപ്പെട്ട വചനം ഈശോയാണ്. വിതയ്ക്കപ്പെട്ട വചനം ഈശോയാണ്. ആ ഈശോയെ ഫാർ ആൻഡ് വൈഡ്, വിശാലമായ സമൂഹം
എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലേക്കുള്ള 4 പ്രതികരണങ്ങളാണ് അവിടെ മത്തായി സുവിശേഷകൻ നമുക്ക് നൽകുന്നത്. ഒന്നാമത്തേത് വഴിയോരം. വഴിയിൽ വീണ വിത്ത് കേട്ടു ആളുകൾ, പക്ഷേ മനസ്സിലായില്ല. കാരണം ദൈവാരൂപിയിലുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല. വചനത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കം നടത്തിയിട്ടില്ല. ഏറ്റവും നല്ലപോലെ ഒരുങ്ങിയത് ഇസ്രായേൽക്കാരായിരുന്നു. അവർക്കും അത് സാധിക്കാതെ പോയി. നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് ഓർത്ത് നോക്കുക. എത്രയോ നൂറ്റാണ്ടുകൾ ഇസ്രായേൽക്കാരെ ദൈവം വിളിച്ച് ഒരുക്കി. അവരുടെ കുടുംബങ്ങളിലെ കുട്ടികൾ പോലും പഴയ നിയമം മുഴുവനും കാണാതെ പഠിക്കുന്ന ആളുകളാണ്. അവർക്ക് ചുരുക്കം ചില ആളുകൾക്ക് ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് വഴിയിൽ വീണ വിത്ത്. രണ്ടാമത്തേത് പാറയിൽ വീണു. പെട്ടെന്ന് വളർന്നു, സന്തോഷം തോന്നി, പെട്ടെന്നൊരു ആവേശമുണ്ടായി. വലിയൊരു കരിസ്മാറ്റിക് മീറ്റിങ്ങിൽ പോയി കൂടി. 3-4 ദിവസത്തിന് വലിയ ബഹളമായി, ആഹ്ലാദമാണ്, ഉറങ്ങേണ്ട ആവശ്യം പോലും തോന്നുന്നില്ല. പക്ഷേ ആവശ്യത്തിന് വേരില്ലാണ്ട് പോയി. പ്രതിസന്ധികൾ വന്നപ്പോൾ തളർന്നുപോയി. തളർന്ന് ഡിപ്രഷനിൽ നിൽക്കുന്നവരെ നേരെ നിർത്താൻ they have no discipline. വേരുകളില്ല. എതിർപ്പുകൾ വരുമ്പോൾ ഓടി അകലുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു വലിയ പറ്റം ആളുകളാണ് പാറയിൽ വീണ വിത്ത് എന്നതുകൊണ്ട് സുവിശേഷകൻ അർത്ഥമാക്കുന്നത്. മുള്ളുകൾ. വചനം കേട്ടു, പക്ഷേ ലോക ചിന്തകൾ കയറി തകർക്കുകയാണ് നമ്മളെ. എത്രയോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നു, എത്രയോ തവണ നമ്മൾ കുമ്പസാരിച്ചു, പക്ഷെ പലപ്പോഴും വീണ്ടും നമ്മൾ ബലഹീനതയിലേക്ക് പോവുകയാണ്. They were unable to maintain their focus and priority. എന്തിനാണ് ഞാൻ അച്ഛനായത്, എന്തിനാണ് ഞാനൊരു സമർപ്പിതയായത് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്, ആ പ്രയോറിറ്റിയിൽ നിൽക്കാനായിട്ട്, ആ ഓറിയന്റേഷനിൽ നിൽക്കാനായിട്ട് സാധിക്കാതെ പോവുകയാണ്. കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള നിരവധി ആശയങ്ങൾ വന്നു കയറുകയാണ്. അതാണ് മുള്ളുകൾ. ആ മുള്ളുകളാണ് പലപ്പോഴും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെ മുള്ളുകൾ നമ്മെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒക്കുപ്പൈഡും പ്രിയോക്കുപ്പൈഡുമാവുകയാണ്. സമർപ്പിത എന്ന നിലയിലുള്ള എൻ്റെ ജോലികൾ, പക്ഷേ മുള്ളുകൾ, കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് കൊണ്ടുവരുന്ന പ്രിയോക്കുപ്പേഷൻസ്, അത് ഈശോ അല്ലെങ്കിൽ വചനം മുള്ളുകൾക്കിടയിൽ വീണപ്പോൾ സംഭവിക്കുന്നതാണ്. നല്ല മണ്ണ്. നല്ല മണ്ണ് ബൈബിള് വായിക്കുന്നവർ, ലിറ്റർജിയിൽ പങ്കെടുക്കുന്നവർ, പരിശുദ്ധ പാരമ്പര്യങ്ങൾ സൂക്ഷിക്കുന്നവർ, ആധ്യാത്മിക ജീവിതത്തിൽ ശ്രദ്ധയുള്ളവർ, സഭയുടെ അച്ചടക്കം പാലിക്കുന്നവർ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുന്നവരാണ് നല്ല മണ്ണ്. അവർ 100 മേനി ഫലം നൽകും. സമർപ്പിത ജീവിതത്തിൻ്റെ ഈ വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ, ഈശോയുടെ വചനം ഈ ലോകത്തിൽ ചെന്ന് വീഴുന്ന 4 കാറ്റഗറീസാണ്. ആഴമുള്ള മണ്ണാണ് CMC. നിങ്ങളുടെ പാരമ്പര്യം, വേദപുസ്തകത്തോടുള്ള നിങ്ങളുടെ പരിജ്ഞാനം, ഡിസിപ്ലിനിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യം, പ്രാർത്ഥന, അതെല്ലാം ഉള്ളപ്പോൾ ഈ വ്രതങ്ങൾ നമ്മളുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യ ഭാഗങ്ങളായിട്ട് മാറുകയാണ്.
അവിടെ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എളുപ്പമാണ്. നിശായില് ഗ്രിഗറി പറയുന്നുണ്ട്, റൂൾ യുവർ തോട്ട്സ് സോ ദാറ്റ് യു വിൽ ബിക്കം എ റൂളർ ഓവർ ഓൾ യുവർ തോട്ട്സ്. നിന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നിന്നിൽ വരുന്ന എല്ലാ ചിന്തകളെയും നിയന്ത്രിച്ച് കീഴ്പ്പെടുത്താനായിട്ട് നിനക്ക് സാധിക്കും. സമർപ്പിത ജീവിതം അതാണ്. പരിശുദ്ധ സഭയുടെ പിതാക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യവും അതാണല്ലോ. സമ്പൂർണമായ സമർപ്പണം നടത്തുമ്പോൾ ഹൃദയമാകുന്ന കണ്ണുകൊണ്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഖോർ കും വീസും, കാഴ്ചയുള്ള ഹൃദയം. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പരിശുദ്ധ പിതാവ് കണ്ടതുപോലെ ദൈവത്തെയും മനുഷ്യനെയും അതിൻ്റെ പൂർണ്ണതയിൽ കാണാനായിട്ട് സാധിക്കും. മാക്സിമസ് എന്ന വലിയ ഭക്തൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കാണണം, ബാഹ്യനേത്രങ്ങൾ കൊണ്ടല്ല. അപ്രയും പുണ്യവാളൻ പറഞ്ഞു, നമ്മുടെ നയനങ്ങൾ ലൂമിനസ് ആയിരിക്കണം, തേജോമയമായ നേത്രങ്ങൾ ആയിരിക്കണം നമ്മുടേത്. ആ കണ്ണാണ്, ആ കണ്ണിലാണ് മറ്റുള്ളവര് ഈശോയെ കാണുന്നത്. നിശായിലെ ഗ്രിഗറി പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ പ്രാക്കളുടെ കണ്ണുകളാണ്. പ്രാവിൻ്റെ കണ്ണുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, പുറത്തേക്ക് ഉരുണ്ട് തെറിച്ചു നിൽക്കുന്ന കണ്ണുകളാണ്. പ്രാക്കളുടെ കണ്ണുകൾ ഉള്ളവർക്ക് ദൈവവചനം വായിക്കാൻ പ്രാപ്തിയുള്ളൂ എന്ന് ഗ്രിഗറി പറയുകയാണ്. മടുപ്പില്ലാത്ത കണ്ണ് അതാണ്, പുറത്തേക്ക് ഉരുണ്ട് നിൽക്കുന്ന കണ്ണുകൾ. ദിവ്യ തേജസ് എന്ന് മക്കാറിയോസ് അതേക്കുറിച്ച് പറയും. ഇതെല്ലാം ഒരേ കാര്യമാണ്. സമർപ്പിത ജീവിതത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളും നമ്മളിൽ ദൈവം സ്ഥാപിക്കുന്ന കാഴ്ചപ്പാടുകളുമാണ്. നല്ല തീരുമാനങ്ങളെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം സാറ് ഒരു അന്ധ വിദ്യാലയത്തിൽ പോയി കുട്ടികളോട് സംസാരിച്ചല്ലോ. അതിനുശേഷം അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് 2-3 പേർക്ക് ചോദ്യം ചോദിക്കാം, നിങ്ങളുടെ ആഗ്രഹം പറയാം. അപ്പോൾ ഒരു കുട്ടി എണീറ്റ് നിന്ന് പറഞ്ഞു, ഐ വാണ്ട് ടു ബി ദ ഫസ്റ്റ് ബ്ലൈൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അന്ധവിദ്യാലയത്തിലാണല്ലോ പോയി പ്രസംഗിച്ചത്. അതിലൊരു കാഴ്ചയില്ലാത്ത കുട്ടി പറഞ്ഞതാണ്, ഐ വാണ്ട് ടു ബി ദ ഫസ്റ്റ് ബ്ലൈൻഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കലാം ഏത് കുട്ടിയും ഏത് ചോദ്യവും ചോദിക്കുന്നത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. പിന്നീട് പത്രക്കാരെഴുതി, അദ്ദേഹം ഈ കുട്ടിയുടെ കാല് ചുംബിച്ചിട്ടാണ് പോയതെന്ന്. കാരണം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു കുട്ടി അത്രയും വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു തീരുമാനം പറയുമെന്ന്. നമ്മളും അങ്ങനെയാണ്. ഈശോയെ വിട്ടുള്ള ഒരു കാര്യത്തിലും എനിക്ക് താല്പര്യമില്ല എന്നുള്ള ആ പ്രഘോഷണമാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ഈശോയുടെ കുരിശിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ലത്തീനിലുള്ള ആപ്തവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്താത് ക്രൂക്സ്, കുരിശ് മാത്രമേ നിലനിൽക്കുന്നതുള്ളൂ. വോൾവിത്തൂർ ഓർബിസ്, മറ്റുള്ളതെല്ലാം അതിൻ്റെ ചുറ്റും കറങ്ങുന്ന കാര്യങ്ങൾ മാത്രമാണ്. നിലനിൽക്കുന്നത് ഈശോയുടെ സ്ലിവയാണ്, കുരിശാണ്. നമ്മൾ ധരിക്കുന്നതും നമ്മൾ പ്രഘോഷിക്കുന്നതും മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇതാണ്. മറ്റുള്ളതെല്ലാം ഇതിനു ചുറ്റും കറങ്ങി തീരുന്ന കാര്യങ്ങൾ മാത്രമാണ്.
അങ്ങനെ സമർപ്പിത ജീവിതത്തിലേക്ക് അതും CMC കോൺഗ്രിഗേഷൻ്റെ വളരെ പരമ്പരാഗതമായ മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം കാത്ത് പരിരക്ഷിച്ച് ഈ സഭയെയും ഇവിടുത്തെ ആളുകളെയും എല്ലാം വിശുദ്ധീകരിക്കുന്ന വലിയൊരു പ്രക്രിയയിലാണ് ഞങ്ങൾ. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. അതിലേക്ക് നിങ്ങൾ 4 പേര് ചേർക്കപ്പെടുകയാണ്. ആ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു എവാഞ്ചലൈസേഷൻ. സ്വർഗത്തിൻ്റെ വസ്ത്രമാണത്. സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന വസ്ത്രമാണത്. പെർമനൻ്റ് എവാഞ്ചലൈസേഷൻ്റെ വസ്ത്രമാണത്. അങ്ങനെ നമുക്ക് സുവിശേഷവും ഈശോയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചകളാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരുക്കിയ പ്രൊവിൻഷ്യലമ്മയെയും മിസ്ട്രസിനെയും മറ്റ് സമർപ്പിതരെയും എല്ലാം ഓർക്കുന്നു. എല്ലാവരെയും വിശുദ്ധ ചാവറ പുണ്യവാനും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും നമ്മുടെ സഭയിലെ മറ്റ് വിശുദ്ധർക്കും വാഴ്ത്തപ്പെട്ടവർക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.